നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തൃശ്ശൂരിൻ്റെ KSU ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് സുരേഷ് ഗോപി എംപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് വൈറലായ ആൾ. നമുക്ക് അതേപ്പറ്റി ചോദിച്ചു നോക്കാം. ഗോകുൽ, എങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരിക്കുക? എന്തായിരുന്നു അതിനെക്കുറിച്ച്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ MP എവിടെയാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തെ ഇവിടെ ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും അദ്ദേഹത്തെ ലൈവായിട്ട് കാണുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിലൊരു MP എന്ന് പറയുന്ന മുൻകാലങ്ങളിൽ അത് രാഷ്ട്രീയ ഭേദമന്യേ ആരായിരുന്നാലും ഈ പറയുന്ന രീതിയിൽ TM പ്രതാപനായിരുന്നപ്പോഴും അതിന് മുന്നേ CPIയുടെ MP ഉണ്ടായിരുന്നപ്പോഴൊക്കെ നമ്മൾ ലൈവായിട്ട് ഈ പറയുന്ന MP മാരെല്ലാം നമ്മൾ തൃശ്ശൂരിലെ ഓരോ പരിപാടികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനായ പരിപാടിക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുടെ പരിപാടിക്കെല്ലാം ഈ കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികളെല്ലാം സ്ഥിരമായി നിറസാന്നിധ്യമായിട്ട് കാണാറുണ്ട്. പക്ഷെ ഈ പറയുന്ന രീതിയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു BJPയുടെ MP ഈ ജയിച്ചതിന് ശേഷം ഈ പറയുന്ന രീതിയിലേക്ക് ഒരു പണ്ടത്തെ രാജവാഴ്ച സിസ്റ്റത്തിലേക്ക് പോകുന്ന പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, മീഡിയാസിനെല്ലാം അദ്ദേഹത്തെ അഭിമുഖീകരിക്കുന്നതൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനിടയ്ക്ക് നമുക്ക് ഇത് ശ്രദ്ധിക്കപ്പെടാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന തൃശ്ശൂർ കോർപ്പറേഷനിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഒരു വൈദ്യുത അലങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വൈദ്യുത പദ്ധതിയുടെ ഒരു ഉദ്ഘാടനം, അത് കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ, ഈ തൃശ്ശൂർ ടൗണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന ഈ ഒരു പൊതുപ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തൃശ്ശൂർ മേയർ, ഒരു മന്ത്രിക്ക് സമാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ പറയുന്ന മേയർക്ക് തൃശ്ശൂർ ജില്ലയിലെ MP ഫോണിൽ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു രസകരമായ സംഭവം നമ്മളിങ്ങനെ കേൾക്കാടെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മേയറോട് സംസാരിച്ചപ്പോൾ മേയർ പറഞ്ഞു, അതിനുശേഷം മേയറാണ് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഒരു സർക്കാർ പരിപാടിക്ക് വേണ്ടി വന്ന മന്ത്രി, കേരള സംസ്ഥാനത്തെ രണ്ടാമനെന്ന് അറിയപ്പെടുന്ന K. രാജൻ, റവന്യൂ മന്ത്രി, ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പോലും കിട്ടുന്നില്ല. അപ്പോൾ കേന്ദ്രമന്ത്രിയാണ്, തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നാൽ പോലും സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക്, അത് റവന്യൂ മന്ത്രിക്ക് പോലും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരു MP അല്ലെങ്കിൽ ഒരു ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ ഒരു ഈ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു MP നമുക്ക് കണ്ടുകിട്ടണല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളിൽ നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കണല്ലോ, എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണല്ലോ. ഇദ്ദേഹത്തിന് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണെന്നൊന്നും അറിയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു നല്ല ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരാതി കൊടുത്തത്. അപ്പം അതിനെ തുടർന്നുണ്ടായ ഒരു സംഭവ വികാസങ്ങൾ എങ്ങനെയായിരുന്നു? പിന്നെ അദ്ദേഹത്തെ കണ്ടുകിട്ടോ അല്ലെങ്കിൽ പോലീസ് എന്താ പിന്നെ പറഞ്ഞത്? അല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞായറാഴ്ച കാരണം SHO ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഞാൻ ഓൺലൈനായിട്ടാണ് മെയിൽ അയച്ചത്. അപ്പൊ തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെ SHOയ്ക്കാണ് ഞാൻ മെയിൽ അയച്ചത്. അപ്പൊ മെയിൽ അവിടെ കിട്ടി, ഞാൻ ഈ മെയിൽ അയച്ചതിന് ശേഷം അവിടെ വിളിച്ച് കൺഫർമേഷൻ നടത്തുകയും ചെയ്തു. മെയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ SHO വന്നതിന് ശേഷം, കാരണം ഇതൊരു മാൻ മിസ്സിംഗ് കേസും കൂടി ആയത് കാരണം, നമ്മളൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളത് കൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു കേസ് അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തത കുറവുള്ളതുകൊണ്ട് അവരത് മെയില് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ കേസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പരാതി കൊടുത്തതിന് ശേഷം ഈ പറയുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പിന്നെ MP അന്വേഷിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു വ്യക്തിയായിട്ടൊരു പരാതി കൊടുത്തു, പിന്നെ അതിനുശേഷം നാട് മൊത്തം ഇദ്ദേഹത്തെ അന്വേഷിക്കുന്ന അവസ്ഥ. അവസാനം നമ്മളൊരു ന്യൂസ് മലയാളത്തിന്റെ ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമനാണ് ഒരു ചർച്ചയ്ക്ക് ഉണ്ടായത്, ഡിബേറ്റിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹം എന്നെ കുറിച്ച് ഇത് ഈ പറയുന്ന രീതിയിലെല്ലാം ചർച്ചയുടെ ഭാഗമായിട്ട് വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സിമ്പിളായിട്ട് ചോദ്യം ചോദിച്ചു, എനിക്കറിയില്ല. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമനോട് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു, ഞങ്ങളുടെ MP തൃശ്ശൂർ പാർലമെന്റിലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള MP എവിടെയാണ്? BJP ഞങ്ങൾക്കറിയില്ല. ഓക്കെ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കേശവൻ ലവസനാണ്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇത്രയും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിക്കെങ്കിലും അറിയണമല്ലോ. അപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് ഇദ്ദേഹം എന്നൊരു മറുപടി പറഞ്ഞാൽ ഇവിടെ തീർന്നു. ആ ഒരു ചോദ്യവും ഈ പരാതിയും എല്ലാം ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് പോലും കൃത്യമായ ഒരു മറുപടി ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം രസകരമായ ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഈ പറയുന്ന രീതിയിൽ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അറിയില്ല ഒരു ഈ പറയുന്ന സംസ്ഥാനത്തെ ഒരു MP. നമുക്ക് കോൺഗ്രസിനാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ 10-14 MP 15 MP ഉള്ളിടത്തോളം നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ പറ്റില്ല. ഇപ്പൊ എവിടെ KC വേണുഗോപാൽ എവിടെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന NK പ്രേമേന്ദ്ര എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആകെ കൂടി ഒന്നേ ഉള്ളൂ, ആ ഒരാൾ എവിടെയാണെന്ന് പോലും ഈ പറയുന്ന അത് കേന്ദ്രമന്ത്രി അത് എവിടെയാണെന്ന് പോലും അല്ലെങ്കിൽ അറിയാത്തൊരു രീതിയിലേക്ക് ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ സംശയം ഒന്നും കൂടി ബലപ്പെട്ടത്. പണ്ട് നമ്മുടെ ഈ വീരപ്പൻ നമ്മുടെ മന്ത്രിമാരെയും MP മാരെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഈ ഒരു ബാർഗൈനിങ് നടത്തുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിൽ ഇനി ഏതെങ്കിലും പുതിയ വീരപ്പന്മാർ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും കാണാതെ പോയതാണോ, ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നുള്ളൊരു ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ പരാതിയായിട്ട് മുന്നോട്ട് പോയത്.
അപ്പൊ രാഷ്ട്രീയപരമായിട്ട് എങ്ങനെയാണ് ഗൂഗിളിന് അതെങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പല BJP പ്രവർത്തകർ വിളിക്കുന്നുണ്ട്. അത് മോശമായി സംസാരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പറയുന്ന അസഭ്യമായിട്ട് വിളിക്കുന്നുണ്ട്. നീ ആരുടെ MP ആണ് ചോദിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു റൂഡായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. നമ്മളെല്ലാം അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം അവര് അവരുടെ സംസ്കാരം വെച്ച് സംസാരിക്കുന്നു, നമ്മൾ നമ്മുടെ രീതിയിൽ മാന്യമായിട്ട് പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. എനിക്ക് എന്റെ നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ എന്റെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഒരു MP, ആ MP എവിടെയാണെന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ പറയുന്ന എനിക്കുണ്ടാവുമല്ലോ. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പൊ സമീപകാലങ്ങളിൽ കേട്ട് പറഞ്ഞ പോലെ ഗുജറാത്തിൽ വോട്ട് ചേർത്ത് ലക്നൌവിൽ വോട്ട് ചെയ്ത് വീണ്ടും ഡൽഹി പോയി വോട്ട് ചെയ്ത് കേരളത്തിൽ വന്ന് വീണ്ടും വോട്ട് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ. എന്ന് പറയുന്ന ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡിലെ 89 നമ്പർ വോട്ടില് ഒരു വോട്ട് ചെയ്യുന്ന ഏക വോട്ടുള്ള വ്യക്തിയാണ്. എനിക്ക് ഗുരുവായൂർ വോട്ട് ചേർത്ത് ഞാൻ തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്കൊരു വ്യക്തി. അപ്പൊ എനിക്ക് എന്റേതായ ഒരു അവകാശം ഉണ്ടല്ലോ. എന്റെ MP എവിടെയാണെന്നുള്ള ആ ഒരു ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വിവരം അറിയാനുള്ള ഒരു അവകാശമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ പരാതി കൊടുത്തത്. പിന്നെ അതിനെ ഇവർ ഈ പറയുന്ന രീതിയിലേക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJP-ക്കാർക്ക് പോലും അറിയില്ല എന്നുള്ളതായിരുന്നു ഒരു ഇവിടുത്തെ അവസ്ഥ. ഞാൻ ഈ MP ഓഫീസിൽ അന്വേഷിച്ചു. ഈ ഒരു പരാതിയിലൂടെ മനസ്സിലായി അവർക്ക് പോലും അറിയില്ല അവരുടെ MP എവിടെയാണെന്നുള്ളത്. ഈ പറയുന്ന രീതിയിൽ ഞാൻ ഇവരുടെ MP ഓഫീസിൽ ഞാൻ അന്വേഷിച്ചു. MP ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഇവരുടെ MP-യുടെ സ്റ്റാഫ് പറയുന്നത് മിനിമം സ്റ്റാഫിനെങ്കിലും അറിയണമല്ലോ ഈ പറയുന്ന രീതിയിൽ എവിടെയാണ് ഇവരുടെ MP എന്നുള്ളത്. ഈ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ സ്റ്റാഫ് പറഞ്ഞത് ഇപ്പൊ നിലവിൽ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല. അത് നമുക്ക് ഒന്ന്